ഇതൊരു 245 കോടിയാണ് നമ്മുടെ വർക്ക് എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് ടാക്സ് അടക്കം ഇതൊരു 299 കോടിയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൽ മൊത്തത്തിൽ വരുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു 410 വീടുകളാണ് 5 സോണുകളായിട്ടുള്ളതെങ്കിലും അതിന് പുറമെ വരുന്നത് നമ്മളിപ്പോൾ പൊതുവെ പബ്ലിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ട്. പബ്ലിക് കമ്മ്യൂണിറ്റീസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ഇതിൽ മെമ്മോറിയൽ വരുന്നുണ്ട്. കാരണം ഇത്രത്തോളം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു മെമ്മോറിയൽ ഇത് വരുന്നുണ്ട്. പിന്നെ അംഗൻവാടി വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി സെൻറ്ററും അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്ററും വരുന്നുണ്ട്, ഒരു ഓപ്പൺ എയർ തിയേറ്റർ വരുന്നുണ്ട്, ഹെൽത്ത് സെൻറ്ററും ലാബും വരുന്നുണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയുടെ MCF വരുന്നുണ്ട്, മാർക്കറ്റ് വരുന്നുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് വരുന്നുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്സ് വരുന്നുണ്ട്, വാട്ടർ റിസർവോയർ വരുന്നുണ്ട്, ഒരു 10ഓളം STP സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ എക്സ്പെഷ്യലി പറയേണ്ടത് ഇവിടുത്തെ റോഡാണ്. നിലവിൽ ഇവിടെ ഒരു നാരോ റോഡാണുള്ളൂ. ഈ റോഡ് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ 12 കിലോമീറ്ററോളം റോഡാണ്. അതുതന്നെ പ്രൈമറി, സെക്കൻഡറി, അതേപോലെ തന്നെ ഇൻറ്റേർണൽ റോഡായിട്ട് 12 കിലോമീറ്ററോളം റോഡുകൾ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും എന്താ പറയുക BMBC നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഇൻ്റർലോക്ഡ് പേവ് ചെയ്തിട്ടുള്ള റോഡുകളൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ മൈനർ ബ്രിഡ്ജ് വരുന്നുണ്ട്, പല സ്ഥലങ്ങളായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കൾവേർട്സ്, അതേപോലെ തന്നെ നമ്മുടെ UG സമ്പുകൾ, അതേപോലെ തന്നെ കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, ഇങ്ങനെ ഇത്രത്തോളം അമ്യൂണിറ്റീസ് നമ്മൾ ഈ കാണുന്ന ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു EPC മോഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ EPC മോഡ് എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. അത് ഡിസൈൻ മുതൽ എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്യണം. സർവേ, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, ഹൈഡ്രോളിക് സ്റ്റഡി, അതിനുശേഷം ഡിസൈൻ വരുന്നത്. ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് വരുന്നത്. ആ ഡിസൈൻ നമ്മുടെ കൺസൾട്ടൻ്റ് നമ്മുടെ കിഫ്കോണാണ്. ആ കിഫ്കോണിനെ കൊണ്ട് അപ്രൂവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഓരോ ആക്ടിവിറ്റിയും നമ്മളിപ്പം ഇതിൻ്റെ കോളം ഇതൊക്കെ ചെയ്തില്ല സ്ട്രക്ചർ, അത് ഇവർ വന്ന് ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അതിന്റെ കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യുന്നത്. ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ ചെക്കിംഗ് നടക്കുന്നുണ്ട്. കൃത്യമായ ചെക്കിംഗ്. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഇവിടെ ഒരു ലാബ് ഉണ്ട്. ആവശ്യമുള്ളത് ആ ഒരു ക്വാളിറ്റിയെ കുറിച്ച്, ഫൗണ്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ വർക്കുകളും ചെയ്യുന്നത്. വളരെ സുതാര്യമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ വർക്കുകളും ചെയ്യുന്നത്. പബ്ലിക്, നമ്മളെപ്പോലെ തന്നെ പബ്ലിക്കും ഭയങ്കര അവെയറാണ്. ചൂരൽമല നിവാസികൾ എല്ലാ ഈവനിങ്ങിലൊക്കെ വന്ന് അവരെല്ലാ വർക്കുകളും നല്ല രീതിയിലാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് നമുക്ക് ഈ വർക്ക് തരുന്ന ആ സമയത്ത് തന്നെ ഗവൺമെൻറ് ഫസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ വീടിൻ്റെയും സ്ട്രക്ചറൽ പാർട്ടാണ്. അതായത് അത്രത്തോളം വൾണറബിളായുള്ള അവസ്ഥയിൽ നിന്നും കരകയറി വന്ന ഒരു വിഭാഗം ജനങ്ങളാണ് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ജനങ്ങൾ. സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മൾ ഇനി താമസിക്കുന്ന വീട് അത്രത്തോളം അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ, അവർക്ക് അത്രത്തോളം സെക്യൂർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറൽ ആസ്പെക്റ്റ് ഈ വീടിന് വേണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത വർക്കും ആ രീതിയിൽ. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു RCC ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. അതായത് ഇവിടെ ഇപ്പം നിലവിൽ നമ്മളൊരു 7 സെൻറ്റ് സ്ഥലത്ത് ഏതാണ്ട് 9ഓളം കോളം ഫൂട്ടിങ്, അതായത് ഫൂട്ടിങ് എടുത്ത്, ഈ ഫൂട്ടിങ് പറയുമ്പോൾ പോലും ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു പ്ലാന്റേഷൻ പ്ലോട്ടാണ്. ഈ പ്ലാന്റേഷൻ പ്ലോട്ടിൽ ഈ കാണുന്ന തേയിലച്ചെടിയുടെ റൂട്ട് കാരണം ഒരുപാട് സോയിൽ പ്രോപ്പർട്ടി എൻ്റെ ഡിഫറൻറ്റ് പല സ്ഥലത്തും. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഗുണനിലവാരം അടക്കം പരിശോധിച്ചിട്ട് അവിടുന്ന് ഏതാണ്ട് ഇപ്പോൾ ഈ കാണുന്ന വീട് 3 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ പല സ്ഥലങ്ങളിലും ആവറേജ് 2 മീറ്റർ 2.5 മീറ്റർ ഡെപ്തോളം നമ്മൾ എന്തായിട്ടുണ്ട് ഈ കാണുന്ന ഫൗണ്ടേഷൻ ലെവലിൽ പോയിട്ടുണ്ട്. സോ അവിടെ നിന്നാണ് ഈ കാണുന്ന എർത്ത് ക്വിക്സ് അടക്കമുള്ള നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെയുള്ള ഒരു റെസിഡൻഷ്യൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് നമ്മൾ കൊടുത്തിരിക്കുന്ന കോളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 90/20 ആണ്. 90 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മളിവിടെ കോളത്തിൻ്റെ ഡിസൈൻ. അങ്ങനെയാണ് ഈ 9 കോളം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അത്രത്തോളം രീതിയിൽ, അതായത് അത്രത്തോളം രീതിയിൽ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണിത്. ഏത് പ്രകൃതി ദുരന്തങ്ങളെയും നമുക്കൊരു പരിധിവരെ മറികടക്കാവുന്ന രീതിയിലുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മളിവിടെ സ്ട്രക്ചറൽ എലമെന്റിൽ കൊടുത്തിരിക്കുന്നത്. ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഉപയോഗത്തിലേക്ക് എടുക്കുന്നത്. നമുക്കിനി ഇപ്പം 30-ാം തീയതി നമ്മളിവിടെ മോഡൽ ഹൗസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. അന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു മോഡൽ ഹൗസിൻ്റെ ഔട്ട്സൈഡ് പോർഷൻ നമ്മൾ പെയിൻറ്റ് അങ്ങനെ ഒരു 3-4ഓളം പെയിൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷനുള്ള പെയിൻറ്റ്സ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ അടിച്ചിരിക്കുന്ന ഡാം പ്രൂഫ് പെയിൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റ് പെയിൻറ്റ്സാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ മെറ്റീരിയലും ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അവിടെ നമുക്ക് അകത്തേക്ക് പോകാം. വീടിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും എത്രമാത്രം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് എന്നുള്ള കാര്യം കൂടി പ്രൊജക്ട് മാനേജറും അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയറുമാണ് നമ്മളുടെ കൂടെയുള്ള. നമ്മളിതാ സെൻട്രൽ ഹാളിലേക്ക് കടക്കുകയാണ്.
സെൻട്രൽ ഹാൾ വളരെ വിശാലമായ ഒരു ഹാളാണ്. ആണെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് വരികയാണ് ഇപ്പോൾ ഈ സിറ്റ് ഔട്ട് ഏരിയ അത് നമ്മളൊരു പോളിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഈ കാണുന്ന സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന ഈ കാണുന്ന വിൻഡോ ഇത് സ്റ്റീൽ ഡോറാണ്. ഈ സ്റ്റീൽ ഡോറിന് ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റയുടെ സ്റ്റീൽ ഡോറിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് പറയേണ്ട. അതേപോലെ തന്നെയാണ് ഇതിപ്പം ഈ കാണുന്ന UPVC വിൻഡോ 20 വർഷം ഏതാണ്ട് ഇതിന് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന UPVC വിൻഡോസ് 20 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ കജാരിയ ടൈൽസാണ്. കജാരിയ ടൈൽസൊക്കെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസാണ് കജാരിയ ടൈൽസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഡോർസ് 5 വർഷം വാറണ്ടിയുള്ള ഫ്ലഷ് ഡോറാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ കാണുന്ന FRP ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന FRP ഡോറ് അതിന് ഏതാണ്ട് 10 വർഷത്തോളം അതിന് വാറണ്ടി ഉണ്ട്. ഈ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സെറയുടെ ഫിറ്റിങ്സ് ആണ്. ഇതൊക്കെ 10 വർഷത്തോളം നമുക്ക് വാറണ്ടി നമുക്ക് ഉള്ളതാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മൾ ഇവിടുത്തെ 3 ഫേസ് കണക്ഷനാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കലൊക്കെ 3 ഫേസ് കണക്ഷനിലാണ് വരുന്നത് മൊത്തത്തിൽ. പിന്നെ ഇപ്പം ഹാവൽസിൻ്റെ ഫാനാണ് ഇപ്പോഴത്തെ ആധുനിക എനർജി കൺസപ്ഷന് പറ്റിയ ഫാനുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ കേസിൽ വരികയാണെങ്കിൽ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ തന്നെ മറൈൻ പ്ലൈവുഡ് വെച്ചിട്ടുള്ള കിച്ചണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് കിച്ചൺ കബോർഡ്. ഇനി ഇതിന് പുറമെ നമുക്കിപ്പോൾ ഒരു ബെഡ്റൂംസിൽ നമുക്കൊരു ഇതുണ്ട് വാൾഡ്രോബ് ചെയ്യാനുണ്ട്. ഏഷ്യൻ ഉള്ളിൽ മൊത്തം നമ്മൾ പുട്ടി അടിച്ചിട്ടുണ്ട്. ഉള്ളിലുള്ള ത്രൂ ഔട്ട് പുട്ടി അടിച്ചതിന് ശേഷം പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ ഏഷ്യൻ പെയിൻ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ റൂഫിൽ അതായത് ഇതിൻ്റെ ടെറസ് പോർഷനിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. എല്ലാ വീടുകൾക്കും നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അടക്കമാണ് നമ്മുടെ ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ കൊടുക്കുന്ന റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ. ടാങ്ക് വരും, വാട്ടർ ടാങ്ക് വരും. 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള. പിന്നെ ഈ ബൗണ്ടറി വാളും ഗേറ്റും ഓരോ വീടിനുണ്ടാവും. ഇൻഡിവിജ്വൽ വീടിന് ഇതൊക്കെ ഉണ്ടാവും. ഈ കാണുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏതാണ്ട് 5 വർഷത്തേക്ക് ഇതിൻ്റെ സിവിൽ വർക്കിന് നമ്മൾ DLP ഉണ്ട്. 5 വർഷത്തെ DLP ഉണ്ട്. അതിന് പുറമെ MEP വർക്കുകൾക്ക് ഇവിടുത്തെ MEP വർക്കുകൾക്ക് 3 വർഷത്തെ ഇതുണ്ട് ഗ്യാരണ്ടി. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇതിന് 3 വർഷവും സിവിൽ വർക്കിന് 5 വർഷം.